എന്തുകൊണ്ടാണ് നമ്മൾ അത്രയധികം അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ടത്, അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത്? നമ്മൾ എന്തുമാത്രം അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ എന്തുമാത്രം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അതിനേക്കാൾ എത്രയോ കൂടുതൽ അള്ളാഹുവിന് നമ്മെ ഇഷ്ടമാണ്. അള്ളാഹു നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു സംഭവമുണ്ട്. പ്രവാചക കാലഘട്ടത്തിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അതിൽ തൻ്റെ നഷ്ടപ്പെട്ട കുട്ടിയെ അന്വേഷിച്ച് ഓടുകയാണ് ഒരു സ്ത്രീ, ഒരു ഉമ്മ. യുദ്ധത്തിനിടയിൽ കുട്ടിയെ നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ആരെങ്കിലും ശത്രുക്കൾ കൊന്നിട്ടുണ്ടാവുമോ? എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ? കുട്ടിയെ കാണാതെ ബേജാറായി ആകെ സങ്കടത്തോടെ പല വഴിക്കും ഓടി പരതുകയാണ്. തൻ്റെ കുട്ടിയെ കിട്ടിയെങ്കിൽ കുട്ടിക്ക് വേണ്ടി ഓടുകയാണ്. അങ്ങനെ ഓടിത്തളർന്ന ആ ഉമ്മാക്ക് ആ കുട്ടിയെ കയ്യിൽ കിട്ടിയപ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ തൻ്റെ കുട്ടിയെ തന്നിലേക്ക് ചേർത്ത് അണച്ചു വെച്ചു ആ ഉമ്മ. എന്നിട്ട് ആ കുട്ടിയെ തുരുതുരാ ഉമ്മ വെച്ചു, ചുംബിച്ചു. സ്നേഹത്തോടെ ആ നെറ്റിയിൽ തലോടി തൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ പൊന്നു മകനെ ചേർത്തണച്ചു വെച്ച് തൻ്റെ ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിക്കുമ്പോൾ ആ ഉമ്മാന്റെ കണ്ണിങ്ങനെ നിറഞ്ഞിരുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ് നബിയും സഹാബത്തും. ഇത് കണ്ടു നിന്ന സഹാബത്തിനോടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആ ഉമ്മ ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ കരുതുന്നുണ്ടോ ആ ഉമ്മ ആ കുട്ടിനെ തീയിലേക്ക് വലിച്ചെറിയാൻ ഉമ്മാക്ക് പറ്റുമോ? സഹാബത്ത് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ മറുപടി തന്നെ. കഴിയില്ല അള്ളാഹുവിന്റെ പ്രവാചകരെ. അത്രമേൽ ഇഷ്ടാണ് ആ ഉമ്മാക്ക് ആ കുട്ടിനെ. അത് നമ്മൾ കാണാണല്ലോ, അതുകൊണ്ട് കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടായി പറഞ്ഞു, ആ ഉമ്മയേക്കാൾ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളുടെ സൃഷ്ടാവ്, നിങ്ങളുടെ അല്ലാഹ്, നിങ്ങളുടെ റബ്ബ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയെ പഠിപ്പിച്ചു. നമുക്ക് വല്ലാതെ ഇഷ്ടമാണ് നമ്മുടെ ഉമ്മാനോട്. എന്നാൽ നമ്മൾ എന്തുമാത്രം ഉമ്മാനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടോ, അതിനേക്കാൾ എത്രയോ കൂടുതൽ ഉമ്മ നമ്മെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്കൊരു പനി വന്ന ഉമ്മാക്കാണ് ഭയങ്കര സങ്കടവും ബേജാറും. നമ്മൾ രാത്രി പനിച്ച് ചുമച്ചാൽ ചാടി എഴുന്നേൽക്കുന്നത് ഉമ്മയായിരിക്കും. നമുക്ക് വേണ്ടി ഉറക്കം പോലും മാറ്റിവെച്ച് നമ്മെ ശുശ്രൂഷിക്കുന്നത് ഉമ്മയായിരിക്കും. സ്കൂൾ വിട്ടിട്ട് നല്ല ശക്തമായ മഴ പെയ്തു, 4:30 5 മണിയായിട്ടും കുട്ടി വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ഉമ്മാന്റെ മനസ്സിങ്ങനെ പടയും. എൻ്റെ കുട്ടിയോടെ ഓ വന്നില്ലല്ലോ, അവൾ എത്തിയില്ലല്ലോ എന്ന ബേജാറുണ്ടാവും. നമ്മളെ കാണാതിരിക്കാനും അവർക്ക് കഴിയില്ല. നമ്മൾ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു ഉമ്മയെ, സ്നേഹിക്കുന്നു ഉമ്മയെ, അതിനേക്കാൾ കൂടുതൽ ഉമ്മ നമ്മെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. ആ ഉമ്മാനേക്കാൾ കൂടുതൽ നമ്മെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ റബ്ബ് എന്ന ബോധം ആദ്യമായി നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ഒരു മനസ്സോടുകൂടെ അള്ളാഹുവിനെ കാണാനും അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. എത്രയെത്ര അനുഗ്രഹമാണ് അള്ളാഹ് നമുക്ക് തന്നത്. നമ്മൾ ഉമ്മാന്റെ വയറ്റിലായിരിക്കണ സമയത്ത് നമ്മളെല്ലാം ഏകദേശം 10 മാസത്തോളം ഉമ്മാന്റെ വയറ്റിൽ വളർന്നവരാണ് നമ്മൾ. ആ സമയത്ത് നമുക്ക് വേണ്ടതൊക്കെ അള്ളാഹ് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായതെല്ലാം അള്ളാഹ് തന്നിട്ടുണ്ട്. ഏതിലൂടെ? നമുക്കുള്ള പൊക്കിൾക്കൊടിയിലൂടെ, പ്ലാസന്റെ വഴി നമ്മുടെ ശരീരത്തിന്റെ ജീവന്റെ നിലനിൽപ്പിന് സുസ്ഥിതിക്ക് ആവശ്യമായതെല്ലാം അള്ളാഹ് തന്നു. ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോ നമുക്ക് ഉമ്മാന്റെ മാറിടത്തിൽ അള്ളാഹു അമ്മിഞ്ഞ നൽകി. ആ ഒരു അമ്മിഞ്ഞ എന്നുള്ളത് തന്നെ അള്ളാഹിന്റെ വല്ലാത്ത അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ വല്ലാത്ത കാരുണ്യമാണ്. ഒരു കുട്ടിയുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ ജീവസുറ്റതാക്കാൻ ഉതകുന്ന ഘടകങ്ങൾ വരെ ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാലിലുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ വരെ അതിലുണ്ട്. ഒരു കുഞ്ഞിന്റെ ശരീരത്തിലെ അവന്റെ നെർവസ് സിസ്റ്റത്തെ ശക്തവും സുഭദ്രവുമാക്കാൻ ഉതകുന്ന ഘടകങ്ങൾ വരെ അതിലുണ്ട്. ഗ്ലൂക്കോസ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, ലാക്ടോമുബീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഉമ്മ നമുക്കിങ്ങനെ അമ്മിഞ്ഞ തരുന്ന സമയത്ത് ഉമ്മാന്റെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോൺ. അതും നമ്മുടെ ശരീരത്തിലേക്ക് ഉമ്മ പകർന്നു നൽകുന്നുണ്ട് അമ്മിഞ്ഞയിലൂടെ. അതുകൊണ്ടാണ്
ഉമ്മയും മക്കളും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ശക്തവും ഭദ്രവുമാകുന്നത് എന്നാണ് പുതിയ പഠനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഉപ്പാനേക്കാൾ കൂടുതൽ. അപ്പോ ആ ഉമ്മാനെ, അത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന ഉമ്മാനെ നമുക്ക് നൽകിയവനാണ് നമ്മുടെ അല്ലാഹ്. നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഉപ്പാനെ നമുക്ക് നൽകിയവനാണ് നമ്മുടെ റബ്ബ്. നമുക്ക് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും സംസാരിക്കാനുള്ള കഴിവും എല്ലാം നൽകിയവനാണ് കാരുണ്യവാനായ നമ്മുടെ റബ്ബ്. എന്തിനേറെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റങ്ങൾ, തെറ്റുകൾ നമ്മൾ ചെയ്താൽ നമുക്ക് പുറത്തു തരാൻ സദാ സന്നദ്ധമാണ് നമ്മുടെ റബ്ബ്. എത്ര കണ്ട് അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നു, എത്ര കണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ നമ്മൾ തേടുന്നോ. അള്ളാഹുവേ, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു, നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാ 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 റബ്ബി 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 എന്ന് വിളിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. എത്ര കണ്ട് അള്ളാഹുവിനെ വിളിക്കുന്നോ, എത്ര കണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നോ, എത്ര കണ്ട് അള്ളാഹുലേക്ക് മടങ്ങുന്നോ, എത്ര കണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നോ, അവരെയാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം. അവരെയാണ് അള്ളാഹു കൂടുതൽ പരിഗണിക്കുക. അള്ളാഹുവിനെ വിളിക്കാത്ത, അള്ളാഹുവിനെ പരിഗണിക്കാത്ത, അള്ളാഹുവിനോട് തേടാത്ത ആളുകളോട് അള്ളാഹു വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹുവിനോട് തേടുന്ന, ചോദിക്കുന്ന, ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളെ അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രാർത്ഥന. നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് പ്രാർത്ഥിച്ചു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിച്ചു ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ നിങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തും പ്രാർത്ഥന. അങ്ങനെ നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങളാണ്. അത്രമേൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രത്തിൽ നമുക്കൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച കാരണത്താൽ, അള്ളാഹുവിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന് പറഞ്ഞ കാരണത്താൽ അദ്ദേഹത്തെ ഈത്തപ്പന തടിയിൽ അവിടെയുള്ള ആളുകൾ കെട്ടി, എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിച്ചു. ശരീരത്തിൽ നിന്ന് രക്തം ഇറ്റിവഴുന്ന അവസ്ഥകളുണ്ടായി. എന്നിട്ട് അവസാനം അദ്ദേഹത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനുള്ള തീരുമാനമെടുത്തു അവർ. അതിനു മുമ്പ് അദ്ദേഹത്തിന് അവസരം കൊടുത്തു അവർ. നിനക്ക് അന്തിമമായി എന്തെങ്കിലും അന്ത്യാഭിലാഷം എന്തെങ്കിലും പറഞ്ഞോ. സാധാരണ കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വധശിക്ഷയ്ക്കൊക്കെ കുറ്റവാളികളെ വിധിച്ചാൽ അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും പറയാനുള്ള അവസരം കൊടുക്കലുണ്ട്. അവര് ചോദിച്ചു വെറുതെ തമാശക്ക്, നിനക്കൊരു അവസരം കൂടി തരാം, ഈ മതത്തിൽ നിന്ന്, ഈ ആശയത്തിൽ നിന്ന് തിരിച്ചു വന്നാൽ നിന്നെ വെറുതെ വിടാം, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോന്ന്. അദ്ദേഹം അന്ന് പറഞ്ഞ വർത്തമാനം, എൻ്റെ നാഥന്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്യാനുള്ള അവസരം എനിക്ക് നൽകണമെന്നാണ്. അവസരം അദ്ദേഹത്തിന് കിട്ടി. അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു, പ്രാർത്ഥിച്ചു. ചരിത്രകാരന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, സുജൂദിൽ, അള്ളാഹുവിന്റെ മുന്നിൽ ദീർഘമായി സുജൂദിൽ കിടക്കാൻ എൻ്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചു. കാരണം ഇനിയൊരു അവസരം എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, എന്നവർ കൊല്ലും, ഏത് സമയവും അത് സംഭവിക്കും. അത്രയും സമയമെങ്കിലും എൻ്റെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് സുജൂദിൽ കിടക്കാമായിരുന്നല്ലോ എന്നാഗ്രഹം. പക്ഷേ കൂടുതൽ നേരം സുജൂദിൽ കിടന്നാൽ അതെ മരണത്തെ പേടിച്ചിട്ടാണ് ഞാൻ സുജൂദിൽ നിന്ന് എണീക്കാതെ അങ്ങനെ തന്നെ കിടക്കണേ എന്ന് ആളുകൾ എന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കാൻ എൻ്റെ നാഥന്റെ മുന്നിൽ നിറകണ്ണുകളോടെ ഞാൻ എൻ്റെ തലയുയർത്തി എന്ന് പറയുന്ന വരികളും വർത്തമാനങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, അവസാനത്തെ അവസരവും സമയവും കിട്ടിയപ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ ആഗ്രഹിച്ചവരും അള്ളാഹുവിന്റെ മുന്നിൽ നിറകണ്ണുകളോടെ അള്ളാഹുവിന്റെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിച്ചവരുമൊക്കെ ആയിരുന്നു നമ്മുടെ മുൻഗാമികൾ. നമ്മളെപ്പോലെ തന്നെ മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യരൊക്കെ ആയിരുന്നു അവരെല്ലാം. അതുകൊണ്ട് ശ്രേഷ്ഠരായ സഹാബിവര്യന്മാരുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നമ്മൾ നോക്കണം. അള്ളാഹു പറഞ്ഞു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടും മുസ്ലിങ്ങൾ, മുഅ്മിനീങ്ങൾ. ആ ഇഷ്ടത്തിന്റെ ആ അവസ്ഥയെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞു, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അതിശക്തമായ ഇഷ്ടം, വല്ലാത്ത ഇഷ്ടം. അറബി ഭാഷയിൽ ആ ഇഷ്ടത്തിന് ഇനി അതിന്റെ അപ്പുറം ഒരു പ്രയോഗം പരിചയപ്പെടുത്താൻ കഴിയില്ല. അത്ര കണ്ട് അശദ്ദു ഹുബ്ബൻ. നമ്മൾ അല്ലാഹു അക്ബർ എന്നൊക്കെ പറയാറുണ്ടല്ലോ. കബീർ പറഞ്ഞ വലുതെന്നാണ്, വലിയവെന്ന്. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ്, അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു വലുതില്ല, അതാണ് അക്ബർ. അതേപോലെ അള്ളാഹുവിനോടുള്ള വിശ്വാസികളുടെ ഇഷ്ടത്തിന്റെ ആഴത്തെക്കുറിച്ച്
അതിന്റെ ശക്തിയെയും ഭദ്രതയെയും കുറിച്ച് അല്ലാഹ് പറഞ്ഞത് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അതിശക്തമായ ഇഷ്ടം, ആഴത്തിലുള്ള ഇഷ്ടം, വല്ലാത്ത ഇഷ്ടം. അങ്ങനെ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരാണ് സത്യവിശ്വാസികൾ എന്നാണ് സൂറ ബഖറയിലെ 165 ആയത്തിലൂടെ അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നു. അത്തരം ഒരു ഇഷ്ടമാണ് ഉമർ ബിൻ ഖത്താബിൽ നമ്മൾ കണ്ടത്. അത്തരം ഒരു ഇഷ്ടമാണ് ശ്രേഷ്ഠരായ സഹാബിവര്യന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഉപ്പയേക്കാളും ഉമ്മയേക്കാളും മറ്റാരെക്കാളും നമ്മെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ റബ്ബിനെ നമ്മൾ തിരിച്ചിഷ്ടപ്പെടണ്ടേ? വേണോ? സ്നേഹിക്കണം. ആ രംഗത്ത് നമുക്കൊരായത്ത് അള്ളാഹ് പറഞ്ഞു തരാണ്. എങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കണം, എത്രത്തോളം അള്ളാഹുവിനെ സ്നേഹിക്കണം. അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ മുന്നിൽ മറ്റാരോടുള്ള ഇഷ്ടം നമുക്ക് തടസ്സാവാൻ പാടില്ല എന്നുകൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹ് പറയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർലൗനഹാ. എന്നിട്ടാണ് അള്ളാഹ് പറഞ്ഞത്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നിങ്ങളുടെ കയ്യിലുള്ള നോട്ടില്ലേ, അതെടുക്കുക. എന്നിട്ട് ഖുർആനിലെ സൂറ തൗബയിലെ 24 എന്ന് എഴുതി വെക്കുക. അതിനാണ് ഈ നോട്ട് പാഡ് തന്നിട്ടുള്ളത്. സൂറ തൗബ 9-ാമത്തെ സൂറയിലെ 24-ാമത്തെ ആയത്ത്. ആ ആയത്താണ് ഇപ്പൊ ഞാൻ ഓതിയത്. നേരത്തെ ഞാൻ ഓതിയ ആയത്ത് സൂറ ബഖറയിലെ 165-ാമത്തെ ആയത്താണ്. അതൊക്കെ കുറിച്ചു വെക്കുക. എന്നിട്ട് വീട്ടിൽ പോയി നമുക്ക് ഒരുപാട് സമയം കിട്ടുന്ന സമയത്ത് അതെ ഖുർആന്റെ പരിഭാഷ എടുത്ത് വായിച്ചു നോക്കുക. മലയാള പരിഭാഷ, ഇംഗ്ലീഷ് പരിഭാഷ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. കുറച്ചുകൂടി വിശദമായ വിശദീകരണം വേണമെങ്കിൽ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വായിച്ചു നോക്കുക. അപ്പൊ ഈ നോട്ട് പാഡ് പറയുന്ന ആയത്തുകളെല്ലാം കുറിക്കണം. ഈ പ്രോഗ്രാം കഴിയുന്നതിന്റെ അവസാനം വരെ ഇവിടുന്ന് കേൾക്കുന്ന ക്ലാസ്സിലെ ഓരോ ആയത്തുകളും ഹദീസുകളും അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ കുറിച്ചു വെക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും അള്ളാഹ് പറയാൻ, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, മാതാപിതാക്കൾ, രക്ഷിതാക്കളെക്കാൾ കൂടുതൽ നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടണമെന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹ് പറയുന്നത്. അങ്ങനെ സംഭവിക്കണം എന്നാണ്. ഉമ്മാനേക്കാളും ഉപ്പാനേക്കാളും അള്ളാഹിനെ ഇഷ്ടപ്പെടണം. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പാനെ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാനെ. ഉമ്മാനെ ഉപ്പാനെ എങ്ങനെ ഇഷ്ടപ്പെടണം, എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ അവരെ അനുസരിക്കണം, എങ്ങനെ അവരെ പരിഗണിക്കണം എന്നുള്ള വിഷയം ഇൻഷാ അല്ലാഹ് നമുക്കൊരു ക്ലാസ് തന്നെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോവില്ല. എന്നാൽ എത്ര കണ്ട് ഇഷ്ടം ഉപ്പാനോടും ഉമ്മാനോടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം, സ്നേഹം നമുക്ക് പടച്ചറബിനോട് ഉണ്ടാകണമെന്നാണ് അള്ളാഹ് പറഞ്ഞത്. അതിന് ഉദാഹരണമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിക്ക് വാപ്പാനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വാപ്പ മുശ്രിക്കാണ്, ഷിർക്ക് ചെയ്യുന്ന ആളാണ്. ആ വാപ്പ മകനോട് പറഞ്ഞത്, നിന്റെ ഈ ഏർപ്പാടൊക്കെ നിർത്തിയിട്ട് ഞാൻ പഠിപ്പിച്ച, ഞാൻ പറഞ്ഞ മാർഗത്തിലേക്ക് നീ തിരിച്ചു വരണമെന്നാണ്. പക്ഷേ ആ മകൻ അതിന് തയ്യാറായില്ല. കാരണം ആ വാപ്പനോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ ആ ഉപ്പയേക്കാൾ കൂടുതൽ ഇഷ്ടവും സ്നേഹവും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പടച്ചോനോടായിരുന്നു. അതുകൊണ്ടാണ് വാപ്പ മകനോട് പറഞ്ഞില്ല, അർജുമന്നക്, കല്ലെറിയും ഞാൻ, വഹ്ജുർനി മലിയ, പോടവിടുന്ന് എന്ന് പറഞ്ഞു. കല്ലെറിഞ്ഞോടിക്കും, സ്ഥലം വിട്ടോ. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ വീട്ടിൽ നടക്കം വിരട്ടി ഓടിക്കപ്പെടുന്ന അവസ്ഥ, നാട്ടിൽ നടക്കം പോകേണ്ടി വരുന്ന അവസ്ഥ. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, അതെ, എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ. ആ റബ്ബ് ആരാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഇഷ്ടമായിരുന്നു റബ്ബിനെ വാപ്പയേക്കാൾ കൂടുതൽ, അദ്ദേഹത്തിന്റെ ഉമ്മയേക്കാൾ കൂടുതൽ, മറ്റാരെക്കാളും കൂടുതൽ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ അല്ലാഹു ഇബ്രാഹിം ഖലീല, അള്ളാഹു ഇബ്രാഹിം നബിയെ തന്റെ ഖലീലാക്കിയത്, തന്റെ ആത്മമിത്രമാക്കിയത്. ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് അത് ഇബ്നു അവ്വാം. ചെറിയ കുട്ടിയാണ്. ചരിത്രകാരന്മാർ പറയണത് അദ്ദേഹത്തിന്റെ 13-ാമത്തെ വയസ്സ്, ചിലർ പറഞ്ഞു അതല്ല 16. എന്തായിരുന്നാലും ടീനേജിലാണ്, പതിപ്രായക്കാരൻ. ആ പതിപ്രായക്കാരന്റെ കൂട്ടുകാരനാണ് അലി ബിൻ അബി താലിബ്. അദ്ദേഹത്തിന്റെയും ഏറെക്കുറെ അതേ സമപ്രായക്കാരാണ്. അവരിലൂടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ചെറിയ കുട്ടി കേൾക്കണ്, നിങ്ങളുടെ പ്രായത്തിലുള്ള MSM കാരൻ മുഹമ്മദ് റസൂലുള്ളയെ മനസ്സിലാക്കണത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് പ്രവാചകന്റെ കരങ്ങൾ പിടിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യ വചനം ചൊല്ലിയ ഒരു MS മകന്റെ പ്രായക്കാരനായിരുന്നു ഇബ്നു അവ്വാം. അദ്ദേഹം മുസ്ലിം ആയതിനു ശേഷം അദ്ദേഹത്തിന് വല്ലാത്ത പീഡനങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ സഹോദരൻ പിതൃവ്യൻ അദ്ദേഹത്തെ ഒരു വീട്ടില് അടച്ചിട്ടിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മയും അതിന് കൂട്ടുനിന്നു എന്നാണ്. മകനെ തിരിച്ചു കൊണ്ടുവരാൻ, ഇസ്ലാമെന്ന് തിരിച്ചു കൊണ്ടുവരാൻ, അള്ളാഹനെ മാത്രം ആരാധിക്കുന്നതിന് തിരിച്ചു കൊണ്ടുവരാൻ, മുഹമ്മദ് നബിയെ അനുസരിച്ച് സ്നേഹിക്കുന്നതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വീട്ടിനുള്ളിൽ പുകയിട്ട് ജനലും വാതിലൊക്കെ അടച്ചു. പുക അങ്ങനെ വല്ലാതെ പുകഞ്ഞു വന്നപ്പോ പുക ശ്വസിച്ച് ചുമച്ച് ശ്വാസം മുട്ടി തളർന്ന് ചോര ഛർദിച്ച് തളർന്നു വീണു. 13 വയസ്സോ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള നിങ്ങളുടെ പ്രായത്തിലുള്ള ആ കുട്ടി വായിൽ നിന്ന് ചോരയൊലിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നു. എന്നിട്ട് തളർന്നു കിടക്കുന്ന ആ കുട്ടിയോട് അവന്റെ പിതൃവ്യനും മാതാവും പറഞ്ഞു, ഇനിയെങ്കിലും നിനക്കിതിന്ന് മാറിക്കൂടെ? മുഹമ്മദ് പഠിപ്പിക്കുന്ന ഈ ആശയത്തിൽ നിന്ന്, മുഹമ്മദ് പരിചയപ്പെടുത്തുന്ന ഈ ഏകദൈവാരാധനയിൽ നിന്ന്, മുഹമ്മദ് പഠിപ്പിക്കുന്ന ഈ മതത്തിൽ നിന്ന് നിനക്ക് തിരിച്ചു വന്നൂടെ? ഇല്ലെങ്കിൽ നിനക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും. തളർന്ന അവശനായി കിടക്കുന്ന ആ കുട്ടിയുടെ വർത്തമാനമുണ്ട്. ഇല്ല, നിങ്ങൾ എന്നെ ഈ അവസ്ഥയിൽ ഞാൻ പിടഞ്ഞു മരിക്കേണ്ട അവസ്ഥയുണ്ടായാൽ പോലും, അങ്ങനെ അവസ്ഥ ഉണ്ടാകുകയാണെങ്കിലും ശരി, ഞാൻ ഒരിക്കലും എൻ്റെ റബ്ബിനെയല്ലാതെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ മടങ്ങില്ല. എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ തള്ളിക്കളയില്ല, ഞാൻ മരിച്ചാലും ശരി എന്ന് പറഞ്ഞത് കേവലം 13 അത്രയും പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. സ്വർഗമുണ്ട് എന്ന് നബി 10 ആളുകളുടെ പേര് പറഞ്ഞു. ആ 10 ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നീട് എല്ലാ പ്രവാചകന്മാർക്കും ഓരോ ഹവാരി ഉണ്ടാവും, ഒരു സഹായി ഉണ്ടാവും. എൻ്റെ ഉമ്മത്തിലെ ഹവാരിയാണ് ഇദ്ദേഹം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അലി ഇബ്നു അബീ താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വർഗത്തിൽ നിന്റെ അയൽക്കാരനായിരിക്കും ഇയാൾ, ഈ പയ്യൻ, ഈ കൂട്ടുകാരൻ. ഇവരെല്ലാം ഇന്നലകളിൽ അള്ളാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഇഷ്ടമായിരുന്നു ഉപ്പാനെയും പിതൃവനെയും ഉമ്മാനെയും ഒക്കെ. പക്ഷേ അവരെക്കാൾ കൂടുതൽ ഇഷ്ടവും സ്നേഹവും അള്ളാഹുവിനെയായിരുന്നു. അതുകൊണ്ടാണ് എന്തു പ്രയാസം ഉണ്ടായിട്ട് പോലും പിടിച്ചു നിൽക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്ത് എനിക്ക് എൻ്റെ റബ്ബിനെയാണ് ഇഷ്ടമെന്ന് പ്രഖ്യാപിച്ചവരാണ് അവരൊക്കെ എന്ന് നമ്മൾ അറിയണം. ഉമ്മയേക്കാളും ഉപ്പയേക്കാളും പടച്ച റബ്ബിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തവർ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വാബിനാവുക്കും, നിങ്ങളെ മക്കളെക്കാൾ കൂടുതൽ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം. മക്കളെക്കാൾ കൂടുതൽ അള്ളാഹിനെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം എന്നാണ്. ഇത് വെറും വർത്തമാനമല്ല അള്ളാഹ് പറഞ്ഞത്. അതിനനുസരിച്ച് വളർന്ന, അതിനനുസരിച്ച് മക്കളെക്കാൾ കൂടുതൽ അള്ളാഹുവിനും ഇഷ്ടപ്പെട്ട ശ്രദ്ധേയരായ മുൻഗാമികളെ ചരിത്രത്തിൽ നമുക്ക് കാണാം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇന്നഹു കാന അബ്ദൻ ശക്കൂറ. വല്ലാത്ത പ്രയോഗമാണത്. 950 കൊല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ, തളരാതെ പതറാതെ പറഞ്ഞ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് നന്ദിയുള്ള അടിമയാണ് നൂഹ് എന്നാണ്. എൻ്റെ നന്ദിയുള്ള അടിമയാണ് നൂഹ് എന്നാണ്. അള്ളാഹുവിന്റെ വല്ലാത്ത പരിഗണനയാണത്. സ്വന്തം മകനാണ് അപ്പുറത്ത്, ആ മകനെ ഇഷ്ടമാണ്, സ്നേഹമാണ്. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയിരിക്കുമ്പോ പോലും ആ മകൻ എന്റെ കപ്പലിൽ കയറിയെങ്കിൽ, രക്ഷപ്പെട്ടെങ്കിൽ, അവൻ കടന്നു വന്നെങ്കിൽ എന്ന ആഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ മകനേക്കാൾ കൂടുതൽ ആ ഉപ്പ ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിനെയായിരുന്നു, നമ്മുടെ റബ്ബിനെയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നൂഹ് നബിയെ അബ്ദൻ ശക്കൂറ, നന്ദിയുള്ള അടിമ എന്ന് പ്രത്യേകം പരിചയപ്പെടുത്തിയത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. ബദറിന്റെ രണഭൂമി, ശത്രുക്കളുടെ ഭാഗത്താണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ ഒരാൾ, ഒരു മകൻ അപ്പുറത്താണെന്ന്. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ശക്തമായ ഭീഷണി മുഴക്കി, ഇസ്ലാമിനെ തകർക്കുമെന്നും മുഹമ്മദ് നബിക്കെതിരെ ആഞ്ഞടിക്കുമെന്നും. ഇതെല്ലാം കേട്ടുനിന്ന സാധാരണ ഒരു സൗമ്യ പ്രകൃതക്കാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വാളൂരിക്കൊണ്ടാണ് പ്രവാചകനോട് ചോദിച്ചത്, ഞാൻ ഇതുകൊണ്ട് അവന് മറുപടി നൽകട്ടെ റസൂലേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൈകൾ പിടിച്ചു. സ്വന്തം മകനാണ് അപ്പുറത്ത്, സ്വന്തം രക്തത്തിൽ പിറന്നവനാണ് അവൻ, സ്വന്തം ചോരയാണ്. പക്ഷേ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനെ വെല്ലുവിളിക്കുന്ന, ഈ മഹിതമായ ആശയത്തിന്റെ സർവനാശത്തിന് വേണ്ടി ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് വെല്ലുവിളിക്കുന്നവനെ ഞാൻ ഇതുകൊണ്ട് മറുപടി പറയട്ടെ
എന്ന് ചോദിക്കുവാൻ മാത്രം മകനേക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പിന്നെയും അള്ളാഹ് പറഞ്ഞത് വൈഹ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹിനെ ഇഷ്ടപ്പെടണം എന്ന വർത്തമാനമാണ്. നമ്മുടെ ഇത്താത്താനേക്കാളും ഇക്കാക്കാനേക്കാളും അനിയനേക്കാളും അനിയത്തിയേക്കാളും നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെടണം. നമുക്കിഷ്ടമാണ്, സ്നേഹമാണ് നമ്മുടെ അനിയനെ, നമുക്കിഷ്ടമാണ്, സ്നേഹമാണ് നമ്മുടെ അനിയത്തിയെ. നമ്മുടെ ഇത്താത്താനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇക്കാക്കാനെയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവരെക്കാൾ കൂടുതൽ നമുക്ക് ഇഷ്ടമാകണം അള്ളാഹുവിനെ. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായിട്ടാണ് ഇത്താത്ത, ഇക്കാക്ക, ഉപ്പ, ഉമ്മ, വല്ലുപ്പ, വല്ലുമ്മ ആര് പറയുകയാണെങ്കിലും, അള്ളാഹു പഠിപ്പിച്ച ആശയത്തിനും ആദർശത്തിനും എതിരെ പറയുകയാണെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ച അള്ളാഹിന്റെ കൽപ്പനക്കെതിരെയായി അള്ളാഹു അല്ലാത്ത ശക്തികളെ ആരാധിക്കണമെന്ന് ഇബ്രാഹിം നബിയെ വാപ്പ നിർബന്ധിച്ചതുപോലെ, നൂഹ് നബിയുടെ മുന്നിൽ മകൻ നിന്നതുപോലെ, അതേപോലെ തന്നെ ഇതേപോലെ നേരത്തെ പറഞ്ഞ ഇബ്നു അവ്വാമിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ നിന്നതുപോലെ അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ മുറുകെ പിടിക്കാൻ, അള്ളാഹിനെ തെരഞ്ഞെടുക്കാൻ, അള്ളാഹുവിന് കീഴൊതുങ്ങാൻ നമുക്ക് കഴിയണമെന്ന് ചുരുക്കം. ഇസ്ലാമിക ചരിത്രത്തിലൊരു ഏടാണ് ഫാത്തിമ. ഉമർ ബിൻ ഖത്താബിന്റെ സഹോദരിയാണ്. ഉമർ ബിൻ ഖത്താബ് നമുക്കറിയാം, ശക്തനാണ്, ധീരനാണ്, വീരനാണ്, എല്ലാമാണ്. പക്ഷേ അദ്ദേഹം അന്ന് മുസ്ലിം അല്ല. മക്കയിൽ ആ കുടുംബത്തിൽ ഇസ്ലാം സ്വീകരിച്ചത് ഉമറിന്റെ മുമ്പ് ഉമറിന്റെ പെങ്ങളാണ്, ഫാത്തിമയാണ്. ഉമർ വല്ലാത്ത സ്നേഹനിധിയായ ആങ്ങളയാണ്. തൻ്റെ സഹോദരന്മാരെ വല്ലാതെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുന്നവനാണ് ഉമർ. പക്ഷേ ആ ഉമർ ശിർക്കിലാണ്. ഉമർ അല്ലാഹു അല്ലാത്ത ശക്തിയെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ്. ആ ഉമറിനോടുള്ള ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് നമുക്ക് തടസ്സമായില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന സഹോദരനേക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഫാത്തിമയുടെ നിലപാടുകളെ നമ്മൾ ഉൾക്കൊള്ളണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ വർത്തമാനങ്ങളായി നമുക്ക് കാണാം, വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകളെക്കാൾ കൂടുതൽ അള്ളാഹിനെ ഇഷ്ടപ്പെടണം എന്ന് അള്ളാഹ് പറഞ്ഞു. ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, മറ്റാരെക്കാളും അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മുസ്ലിമായി എത്തോപ്യയിൽ പോയി. അവിടെ പോയപ്പോൾ ഭർത്താവ് ക്രിസ്തുമതം സ്വീകരിച്ച് മുർത്തദ്ദായി. ഭർത്താവിന്റെ കൂടെ കൂടി ക്രിസ്തുമത വിശ്വാസിയായി പോകാമായിരുന്നു. ഇന്ന് കുറെ കുട്ടികളുണ്ട്, വാപ്പയമ്മയും വളർത്തിയെടുക്കും. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് മുഹമ്മദ് റസൂലുള്ളാഹ് പഠിച്ച് വളരും. കുറച്ചൊക്കെ വളർന്നു വലുതായാൽ കോളേജിലെത്തിയാൽ പിന്നെ വിവാഹപ്രായമാകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ആയ ഉടൻ തന്നെ ഏതെങ്കിലും ഒരുത്തനെ പ്രേമിച്ച് ഏതെങ്കിലും ഒരുവനെ പ്രണയിച്ച് അവന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന എത്രയെത്രയോ കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. മതം മാറിപ്പോകുന്ന ഒരുപാട് മക്കളെ കാണുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ വലിച്ചെറിഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹ് വലിച്ചെറിഞ്ഞ് പ്രേമവും അത്തരം നിലപാടുകളുമായി പോയി പോകുന്നവർ. അത്തരം വിഷയങ്ങൾ നമ്മുടെ തുടർന്നുള്ള വിഷയങ്ങളിൽ ചർച്ചക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചോട് ചേർത്ത് വെച്ച ഉമ്മു ഹബീബയുടെ നിലപാട്. വിശ്വാസിയായിരുന്നു ഭർത്താവ്, പക്ഷേ എത്തോപ്യയിലെത്തിയപ്പോൾ മുർത്തദ്ദായി, ക്രിസ്ത്യാനിയായി, നസറാണിയായി. ഇല്ല, ഞാനില്ല ഈസാ നബി ആരാധിക്കാൻ, ഞാനില്ല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ ദൈവമായി വിശ്വസിക്കാൻ. എൻ്റെ റബ്ബ് ഏകനായ റബ്ബാണ്, അത് ഈസയുടെയും മൂസയുടെയും മുഹമ്മദിന്റെയും റബ്ബാണ് എന്ന് പ്രഖ്യാപിച്ച് ഉറച്ചു നിന്നു അവർ. അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട്, അവരെ നീ നിന്റെ ഇണയായി സ്വീകരിക്കണമെന്ന്. അതുവരെ ഒരു സഹാബാ വനിതകളുടെ കൂട്ടത്തിൽ ഒരു വനിതമായിരുന്ന മാത്രമായിരുന്ന അവര് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസിനികളുടെ മാതാവ് എന്ന പദവിയിലേക്ക് അള്ളാഹു അവരെ ഉയർത്തുകയാണ്. അവരുടെ ഈമാന്റെ ബലം കൊണ്ട്, അവരുടെ ഈമാനിന്റെ ഖനം കൊണ്ട്. ഇത്തരത്തിൽ പ്രേമ പ്രണയ നടപടിക്രമങ്ങളിൽ ഏർപ്പെട്ട് ഒളിച്ചോടിപ്പോകുന്ന ഇന്നത്തെ പുതുപുത്തൻ തലമുറക്ക് അതെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ചരിത്രം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. വാശീറത്തുക്കും, നിങ്ങളുടെ കുടുംബക്കാരേക്കാൾ കൂടുതൽ നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടണം. നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഉറ്റവർ ഉടയവർ, മറ്റാരെക്കാളും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുടുംബക്കാർ ഒന്നടങ്കം എതിരായി. അദ്ദേഹത്തെ ഒരു തൂണിൽ കെട്ടിയിട്ടിട്ട് അടിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബക്കാർ പട്ടിണി കിട്ടും. എന്നിട്ട് പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു മാറ്റം ഉണ്ടായില്ല. എന്റെ റബ്ബാണ് എനിക്ക് ഏറ്റവും വലുത്, അവനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന നിലപാടിൽ ഉറച്ചു നിന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ നാവിൻ തുമ്പിലൂടെ സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നത്. മദീനയിൽ ഒരു തോട്ടത്തിനകത്തിരിക്കുകയായിരുന്നു റസൂലുള്ളാഹിയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും. ആ സമയത്ത് വാതിലിൽ ഒരാൾ വന്ന് മുട്ടി.
അബൂ ഹുറൈറയോട് നബി പറഞ്ഞു, തുറന്നു കൊടുക്ക്, അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന് പറ. അത് അബൂബക്കർ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ മുട്ടി. നബി പറഞ്ഞു, തുറന്നു കൊടുക്ക്, അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന് പറ. അത് ഉമർ ബിൻ ഖത്താബ് ആയിരുന്നു. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽ ഒരാൾ മുട്ടി. നബി തുറന്നു കൊടുക്കാൻ പറഞ്ഞു, അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന് പറ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വർഗമുണ്ടെന്ന് പറ. അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എന്തേ? എല്ലാവരെക്കാളും, തൻ്റെ ഉറ്റവരെക്കാളും ഉടയവരെക്കാളും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു എന്ന ഉന്നതമായ ആ വിശ്വാസ രംഗത്ത് ഉജ്ജ്വലതയാണ് ഈ പരിഗണനയ്ക്ക് കാരണമെന്നർത്ഥം. നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യത്തെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടണമെന്ന്. നമ്മുടെ പോക്കറ്റിലുള്ള പേഴ്സിലുള്ള പണത്തേക്കാൾ കൂടുതൽ, നമുക്ക് പോക്കറ്റ് മണിയായി കിട്ടുന്ന 10 റുപ്യേക്കാൾ കൂടുതൽ, നമ്മുടെ ബാങ്ക് ബാലൻസിനേക്കാൾ കൂടുതൽ, നമ്മുടെ സ്വർണത്തേക്കാൾ കൂടുതൽ, നമ്മുടെ വീടിനേക്കാൾ കൂടുതൽ, നമ്മുടെ പണത്തേക്കാൾ കൂടുതൽ, നമുക്ക് വിഭവമായ ഭൗതിക വിഭവങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടണം. ആ രംഗത്ത് മാതൃകയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയനായ വ്യക്തിത്വമായി നമുക്ക് കാണാൻ കഴിയുന്ന അതേ അബൂ ദഹ്ദ റളിയല്ലാഹു അൻഹു. സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരു മഹാവ്യക്തിത്വം, അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി തൻ്റെ വലിയൊരു ഈത്തപ്പനത്തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുവാൻ മാത്രം 600-ഓളം ഈത്തപ്പന മരങ്ങളുള്ള വലിയ തോട്ടം, ആർക്കും ഇഷ്ടവും ആഗ്രഹവുമുള്ള തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചവനാണ് അബൂ ദഹ്ദ. അബൂ ദർദ അല്ല, അബൂ ദഹ്ദ. വിശദമായ ചരിത്രമാണ്, വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഇങ്ങനെ എത്രയെത്ര ശ്രദ്ധേയരായ സഹാബിവര്യന്മാർ, എത്രയെത്ര മുൻഗാമികൾ. നിങ്ങൾ മാന്യം നേരിടുമെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാൾ കൂടുതൽ അള്ളാഹിനെ ഇഷ്ടപ്പെടണമെന്നാണ്. ആ രംഗത്ത് നമുക്ക് മുന്നിൽ നടക്കുകയാണ് അതെ സുഹൈബ് റളിയല്ലാഹു അൻഹു. മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകാൻ നിൽക്കുമ്പോൾ തടസ്സമായി നിന്നത് ഖുറൈശികളാണ്. വിടില്ല, നിങ്ങളെ സമ്മതിക്കില്ല മദീനയിലേക്ക് പോവാൻ. നീ ഇവിടെ വരുന്ന സമയത്ത് 5 പൈസ അല്ലാതെയാണ് വന്നത്. ഇവിടെ നിന്നാണ് നീ പണമുണ്ടാക്കിയത്. ആ പണം മുഴുവൻ, നീ കച്ചവടത്തിലൂടെ നേടിയെടുത്ത പണം മുഴുവൻ ഇവിടെ വെച്ച് പോണം, എങ്കിൽ നിനക്ക് മദീനയിലേക്ക് പോവാം. എല്ലാ പണവും സമ്പത്തും ഏൽപ്പിച്ചു. എന്നിട്ട് പോയി മദീനയിലേക്ക്. നബി പറഞ്ഞു, ഏറ്റവും ലാഭകരമായ കച്ചവടമാണ് സുഹൈബ് താങ്കളുടേത്. നബി എങ്ങനെ അറിഞ്ഞു? അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ വെളിച്ചത്തിൽ. സുഹൈബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി എന്ന, ഞാനും ഖുറൈശികളും തമ്മിലുള്ള കരാർ എത്രയോ കിലോമീറ്റർ അകലെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ അറിഞ്ഞു? എന്റെ ഈ നിലപാടിനെ കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഏറ്റവും ലാഭകരമായ കച്ചവടമെന്ന്. അള്ളാഹുവിൽ നിന്നുള്ള വഹയ്, അള്ളാഹുവിന്റെ വർത്തമാനത്തിന്റെ വെളിച്ചത്തിൽ. അപ്പോ സ്വന്തം കച്ചവടത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാൻ കഴിയണം. വമസാകിന തർലൗനഹ, സ്വന്തം വീടിനേക്കാൾ കൂടുതൽ അള്ളാഹിനെ ഇഷ്ടപ്പെടണം. ആ രംഗത്ത് അർക്കം റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയാണ്. മക്കയിൽ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് നബി ആദ്യത്തെ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ പ്രബോധനത്തിന്റെ രഹസ്യ പ്രബോധന കാലഘട്ടത്തിൽ മീറ്റിങ്ങുകൾ കൂടിയിരുന്നത്. ഖുർആൻ ക്ലാസ് അവിടെ നടന്നിരുന്നത്. അത് അബൂജഹൽ അറിഞ്ഞാൽ കുടുംബത്തെ അടക്കം കൂട്ടത്തോടെ വീട്ടിനെ മൊത്തം കത്തിച്ച് ചാമ്പലാക്കും. പക്ഷേ തൻ്റെ ഈ വീടിനേക്കാൾ, തൻ്റെ ഈ സമ്പാദ്യത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടയാളായിരുന്നു അർക്കം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, വീടിനേക്കാൾ കൂടുതൽ നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടണം. അഹബ്ബ ഇലൈക്കും മിൻ അല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹുവിനെ ആവണം ഈ പറയുന്ന എന്തൊന്നിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത്. അള്ളാഹിന്റെ റസൂലിനെ ആകണം. അള്ളാഹിന്റെ മാർഗത്തിലുള്ള ത്യാഗധർമ്മ പരിശ്രമത്തെ ആവണം നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത്. അതല്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, അള്ളാഹുവിനേക്കാൾ കൂടുതലാണ് ഈ പറയുന്നതിനെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു, ഹത്താ യഅതി അല്ലാഹു ബി അംരി, അള്ളാഹിന്റെ കൽപ്പന വരെ എത്തുന്നത് വരെ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ധിക്കാരികൾക്ക് അള്ളാഹു നേരായ വഴി കാണിച്ചു കൊടുക്കില്ല എന്നാണ്. നേരായ വഴിമാർഗം കാണിച്ചു കൊടുക്കില്ല. അള്ളാഹു ഒരാൾക്ക് വഴിമാർഗം നൽകിയില്ലെങ്കിൽ അവന് സർവനാശമാണ്, നരകം സുനിശ്ചിതമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ആയത്തിന്റെ കാമ്പും കാതലും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഞാൻ നിർത്തുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ ആ സ്വഭാവ ഗുണങ്ങൾ മാത്രം, ആയത്തുകൾ മാത്രം പറഞ്ഞിട്ട് അതെ അള്ളാഹ് പറഞ്ഞു, വഹ്സിനു, MSMന്റെ കുട്ടികളെ നിങ്ങൾ നന്മകൾ ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ നന്മകൾ ചെയ്യുന്ന അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും അല്ലാഹ് മതി എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ തവക്കിലാക്കുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, അത് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവനെ, പൊറുക്കണേ റബ്ബേ എന്ന് പറയുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ശുദ്ധി പാലിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ,
ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതെ, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തഖ്വ നിലനിർത്തുന്ന അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ, നീതിപാലകരെ, നന്മയിൽ നീതിയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്നാൽ ചില ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അവരാരാണെന്നും കൂടെ നമ്മൾ അറിയണം. അള്ളാഹ് പറഞ്ഞു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അള്ളാഹ് നിശ്ചയിച്ച പരിധികൾ ലംഘിക്കുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, സത്യത്തെ നിഷേധിക്കുന്ന കാഫിറുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമവും അതിക്രമവും ചെയ്യുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന നാശകാരികളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ധൂർത്തും ദുർവ്യയവും ചെയ്യുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ, വഞ്ചനയും ചതിയും ചെയ്യുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അഹങ്കാരം കൊണ്ട് പുളകം കൊള്ളുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം, അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും അതെ നന്ദികെട്ട ദുർവൃത്തരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇവരെ ഒന്നും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെയും പറഞ്ഞു. ഇനി അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കും. എന്നിട്ട് പറയും, ജിബ്രീലെ, ഇന്ന ആളെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് നീ അയാളെ ഇഷ്ടപ്പെടണം. ഇന്ന കുട്ടിയെ, ഇന്ന MSM-കാരനെ, ഇന്ന MGM-കാരിയെ, ഇന്ന പെൺകുട്ടിയെ, ഇന്ന ആൺകുട്ടിയെ, ഇന്ന കുട്ടിയെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് നീയും അവളെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ ഇഷ്ടപ്പെടും. എന്നിട്ട് ആകാശലോകത്ത് വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയും ആകാശലോകത്തുള്ള അള്ളാഹുവിന്റെ ആദരണീയരായ മലക്കുകളോട്, അതെ, അള്ളാഹു ഇന്നാളെ, ഇന്നവളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാനും അവളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും അവളെ ഇഷ്ടപ്പെടുക. നാലോചിച്ച് അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടാവുന്ന പരിഗണനയാണ്. ദുനിയാവിൽ അള്ളാഹുവിന്റെ പരിഗണനയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്നേഹിച്ച ആളുകളെ അള്ളാഹ് ഒരുമിച്ച് കൂട്ടുമ്പോൾ അതിൽ നമ്മൾ ഉണ്ടാവണം, നമ്മളെല്ലാവരും ഉണ്ടാവണം. അള്ളാഹുവിനെ വെറുത്ത ആളുകളെ അള്ളാഹു നരകശിക്ഷയ്ക്കായി മാറ്റി നിർത്തുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ആരും ഉണ്ടാവാൻ പാടില്ല. മുഴുവൻ MSM-കാരും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട റബ്ബിനെയാണ് എനിക്കിഷ്ടമെന്ന് ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുത്തൊരവസ്ഥയിലേക്ക് ഉയരണം. അതിന് ഈ ഹൈസക്ക് നമുക്ക് സഹായമാകണം. അള്ളാഹുവേ, നീ ഞങ്ങളെ ഇഷ്ടപ്പെടണമേ. ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങളുടെ ഉപ്പയേക്കാളും ഉമ്മയേക്കാളും ഞങ്ങളുടെ ഇണകളെക്കാളും മക്കളെക്കാളും ഞങ്ങളുടെ സഹോദരങ്ങളെക്കാളും മറ്റാരെക്കാളും നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടവും നിന്നോടുള്ള സ്നേഹവും നീ ശക്തവും ഭദ്രവുമാക്കണമേ. അർഹമുറാഹിമീനായ നാഥ, നീ തിരിച്ച് ഞങ്ങളെ വല്ലാതെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമാറാകണമേ. അങ്ങനെ നിന്റെ സമ്മാനമായ സ്വർഗം നൽകി ഈ ഹൈസക്കിന്റെ ഭാഗമായി ഒരുമിച്ചുകൂടിയ മുഴുവൻ സഹോദരങ്ങളെയും കുട്ടികളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.